നമസ്തേ. ഇനി നമുക്ക് വിശേഷണവും സംഖ്യാപദങ്ങളുടെ കുറച്ച് വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. നേരത്തെ പോലെ തന്നെ ഒരു കുഞ്ഞ് നറേഷനിലൂടെ കഥയിലൂടെ നോക്കാം. ധന്യാഹ സർവേ സേവകാഹ. സർവേ സേവകാഹ ധന്യാഹ. സർവേ എല്ലാ സേവകാഹ സേവകന്മാർ ധന്യന്മാരാണ്. സേവകഃ സേവകാഹ രാമഃ രാമാഹ. അപ്പൊ ഇത് അകാരാന്ത പുല്ലിംഗ ശബ്ദത്തിന്റെ ബഹുവചനമാണ്. ധന്യാഹ സേവകാഹ. സേവകാഹ ധന്യന്മാരാണ്. അപ്പൊ ഈ ധന്യാഹ എന്നുള്ളത് സേവകന്മാർക്കുള്ള വിശേഷണമാണല്ലോ. സേവകാഹ എങ്ങനെയുള്ള സേവകന്മാരാണ്? അവര് ധന്യന്മാരാണ്. ധന്യാഹ. അപ്പോൾ ധന്യാഹ എന്ന് വന്നു, അതും ബഹുവചനത്തിലാണ്. സേവകഃ സേവകൗ സേവകാഹ ധന്യഃ ധന്യൗ ധന്യാഹ. അപ്പം ഈ സേവകഃ ശബ്ദം ഏത് ലിംഗത്തിലാണോ അതേ ലിംഗത്തിലാണ് ധന്യാഹ ശബ്ദം. സേവകഃ പുല്ലിംഗ ശബ്ദമാണ്, ധന്യഃ പുല്ലിംഗ ശബ്ദം. സേവകഃ ബഹുവചനമാണ്, ധന്യഃ ബഹുവചനമാണല്ലോ. സേവകാഹ ധന്യാഹ. ഇതേപോലെ തന്നെയാണ് ഇതും. ഇതിന് നമ്മൾ വിശേഷ്യം എന്ന് പറയുന്നു, ഇതിന് വിശേഷണം എന്ന് പറയുന്നു. വിശേഷണം വിശേഷ്യം. മലയാളത്തിലുണ്ടല്ലോ വിശേഷ്യം. വിശേഷണം വിശേഷ്യത്തെ സൂചിപ്പിക്കുന്നു, അതിനെ വിശദമാക്കുന്നു. വിശേഷണം ധന്യാഹ, വിശേഷ്യം സേവകാഹ. ഈ കഥയിലൂടെ നമുക്ക് കൂടുതൽ ഇതിലേക്ക് പ്രവേശിക്കാം. ഏതത് ക്ഷേത്രം. ഏതത് ക്ഷേത്രം. ഏതത് ഇത്. ഏതത് എന്ന് പറയുമ്പോൾ ഇത്. ഇതെന്താണ്? ക്ഷേത്രം. ക്ഷേത്രം എന്ന് പറയുമ്പോൾ മന്ദിരം ആകാം, വയലാകാം, എന്ത് വേണമെങ്കിലും ആകാം അല്ലേ. അപ്പം ക്ഷേത്രം എന്നുള്ളത് ഏത് ലിംഗമാണ്? നപുംസക ലിംഗ ശബ്ദമാണ്. മ വെച്ച് അവസാനിക്കുന്നു. ശരിക്കും ഇത് അകാരാന്തമാണ്. അകാരാന്ത നപുംസക ലിംഗ ശബ്ദം. മ എന്ന് വരുന്നത് കൊണ്ട് അത് നപുംസക ലിംഗ ശബ്ദം. ഏതത് എന്നുള്ളതും നപുംസക ലിംഗ സർവനാമമാണ്. അത് ഏതത് ഇത്. ഇത് ഏകവചനം. ശരി, എന്താണ് ക്ഷേത്രം? ഇനി എന്താണ് അതിലുള്ളത്? ഇത് എങ്ങനത്തുള്ള ക്ഷേത്രമാണ്? ഏകം സുന്ദരം ക്ഷേത്രം. എങ്ങനെയുള്ള ക്ഷേത്രം? സുന്ദരം ക്ഷേത്രം. അപ്പൊ നമുക്ക് ഇവിടെ ക്ഷേത്രം എഴുതാം. എങ്ങനെയുള്ള ക്ഷേത്രമാണ്? സുന്ദരം ക്ഷേത്രം. അപ്പൊ ക്ഷേത്രത്തിനുള്ള വിശേഷണമാണ് സുന്ദരം. ക്ഷേത്രം നപുംസകമായതുകൊണ്ട് സുന്ദരം നപുംസകം. സുന്ദരം ക്ഷേത്രം. ഇപ്പൊ ബാലഹ എന്ന് എഴുതുകയാണെങ്കിൽ എങ്ങനെയുള്ള ബാലൻ? സുന്ദരനായ ബാലൻ എന്ന് എഴുതണമെങ്കിൽ സുന്ദരം ബാലഹ അല്ല, സുന്ദരഹ. ഇത് പുല്ലിംഗമായതുകൊണ്ട് സുന്ദരഹ, അതും പുല്ലിംഗമായിരിക്കണം. സുന്ദരഹ ബാലഹ. ഇനി ഒരു സ്ത്രീ വരാണ്, സീത എന്ന് എഴുതാണ് നമ്മൾ. സീത. സീത സുന്ദരിയാണ്. സുന്ദരം സീത അല്ല, സുന്ദരഹ സീത അല്ല, സുന്ദരി സീത. സുന്ദരാ സീത അല്ല, സുന്ദരി. സുന്ദരി എന്ന് പറയുമ്പോൾ അത് സ്ത്രീലിംഗം. സീതയെ പോലെ സുന്ദരിയും സ്ത്രീലിംഗ ശബ്ദം. സുന്ദരി സീത. അപ്പൊ ഇതെല്ലാം വിശേഷണമാണ്, ഇതെല്ലാം വിശേഷ്യം ആണ്. ഇപ്പൊ നമ്മുടെ ഈ പറഞ്ഞ ക്ഷേത്രം എങ്ങനെയാണ്? സുന്ദരം ക്ഷേത്രം. ക്ഷേത്രസ്യ സമീപേ ഏവ ഏകാ നദീ വഹതി. ക്ഷേത്രസ്യ സമീപേ. ക്ഷേത്രസ്യ എന്നുള്ളത് ഏത് വിഭക്തിയാണ്? ഷഷ്ടി വിഭക്തി. ക്ഷേത്രസ്യ ക്ഷേത്രത്തിൻ്റെ, രാമസ്യ. ക്ഷേത്രസ്യ സമീപേ. സമീപേ എന്നുള്ളത് സപ്തമി വിഭക്തി, സമീപത്തിൽ. ക്ഷേത്രസ്യ സമീപേ. സമീപേ ഏവ, സമീപത്തിൽ തന്നെ. ഏവ എന്നുള്ളത് അവ്യയമാണ്. സമീപത്തിൽ തന്നെ
ദൂരെയല്ല, സമീപത്തിൽ തന്നെ എന്തുണ്ട്? ഏകാ നദീ വഹതി. ഏകാ നദി. ഇവിടെ നമ്മൾ ഏകം ക്ഷേത്രം എന്ന് പറഞ്ഞു. ഇവിടെ നദി എന്ന് പറയുമ്പോൾ ഏകാ നദി. ഈ സംഖ്യ മാറുന്നുണ്ടോ? ക്ഷേത്രം എന്ന് വന്നപ്പോൾ സംഖ്യയും നപുംസകമായി. ഏകം ക്ഷേത്രം. നദി ഈ കാരാന്ത സ്ത്രീലിംഗമായതുകൊണ്ട് സംഖ്യയും എന്തായി? ഏകാ നദി. നദി എന്ത് ചെയ്യുന്നു? പ്രവഹതി, വഹതി. പിന്നീടോ സമീപേ ഏകഃ സുന്ദരഃ സരോവരഃ അപി അസ്തി. സമീപേ സമീപത്തിൽ ഒരു സുന്ദരഃ സരോവരഃ. അതിവിടെ പറഞ്ഞതുപോലെ സുന്ദരഃ ബാലഃ പോലെ സുന്ദരഃ സരോവരഃ. സുന്ദരഃ സരോവരഃ. സരോവരത്തിന് ഒരു വിശേഷണമാണ് സുന്ദരഃ. പിന്നീട് അവിടെ എന്താ ഉള്ളത്? തത്ര ദ്വൗ വിശാലൗ ആമ്രവൃക്ഷൗ. തത്ര അവിടെ ദ്വൗ രണ്ട്, വിശാലൗ വിശാലഃ വിശാലൗ, രാമഃ രാമൗ. അപ്പോൾ വിശാലൗ രണ്ട്, എന്തുണ്ട്? ആമ്രവൃക്ഷൗ രണ്ട്, വൃക്ഷഃ വൃക്ഷൗ. എത്ര? ദ്വൗ രണ്ട്, ദ്വൗ വൃക്ഷൗ. സംഖ്യയും ഇതിനനുസരിച്ച് ദ്വൗ വൃക്ഷൗ. ശരി, ഇനി എന്താണ്? വൃക്ഷേ ദ്വൗ ശുകൗ വസതഃ. വൃക്ഷേ വൃക്ഷത്തിൽ, ദ്വൗ ശുകൗ, ശുകഃ ശുകൗ, വൃക്ഷം പോലെ തന്നെ ദ്വൗ ശുകൗ, ശുകഃ ശുകൗ രണ്ട്, ദ്വൗ ശുകൗ വസതഃ, വസതി വസതഃ. രണ്ടുപേരായതുകൊണ്ട് വസതഃ എന്ന് വന്നു. ഇല്ലെങ്കിൽ തീ വരുമായിരുന്നു ഒരാളാണെങ്കിലും. അപ്പം ആ വൃക്ഷത്തിൽ രണ്ട് തത്തകൾ വസിക്കുന്നു. ശുകഃ തത്ത. അവരെന്ത് ചെയ്യുന്നു? തൗ തൗ അവർ രണ്ടുപേര്, തൗ അവർ രണ്ടുപേര്, സഹ തൗ എന്ന് വരും. സഹ അവൻ, ആ പുല്ലിംഗ ശബ്ദമാണ് അവൻ്റെ. സഹ ദ്വിവചനം വരുമ്പോൾ തൗ അവർ രണ്ടുപേര്. ശുകഃ എന്നുള്ളത് പുല്ലിംഗ ശബ്ദമായതുകൊണ്ട് രണ്ട് ശുകന്മാർ എന്ന് പറയുമ്പോൾ തൗ എന്ന് പറയുന്നു. അവർ രണ്ടുപേര് എന്ത് ചെയ്യുന്നു? പ്രതിദിനം ദിവസവും, എല്ലാ ദിവസവും ദ്വേ ഫലേ കാദതഃ. ദ്വേ ഫലേ രണ്ട് ഫലങ്ങൾ, ദ്വേ ഫലേ ഖാദതഃ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഫലേ. ഫലേ എന്ന ശബ്ദം അതിൻ്റെ ഒറിജിനൽ റൂട്ട് എന്താണ്? ഫലം. നപുംസകലിംഗ ശബ്ദമാണ്. നപുംസകലിംഗ ശബ്ദത്തിന് നമ്മൾ കണ്ടിട്ടുണ്ട് വനം, വനേ, വനാനി. പ്രഥമാ വിഭക്തിയുടെ വനം, വനേ, വനാനി. അപ്പോൾ ദ്വിവചനം വനേ. അപ്പോൾ ഫലേ, ഫലം, ഫലേ രണ്ട് പഴങ്ങൾ. ഇത് നപുംസകലിംഗ ശബ്ദമായതുകൊണ്ട് രണ്ട് എന്നുള്ളതും നപുംസകം. ദാ ദ്വേ. അപ്പം ഇവിടെ ഓർക്കണം, പുല്ലിംഗം വന്നപ്പോൾ ദ്വൗ എന്ന് വന്നു രണ്ട്, നപുംസകലിംഗം ശബ്ദം വന്നപ്പോൾ ദ്വേ ആയി. അതേപോലെ ഏകഃ ശബ്ദം, ക്ഷേത്രം വന്നപ്പോൾ ഏകം ക്ഷേത്രം, നദീ സ്ത്രീലിംഗം വന്നപ്പോൾ ഏകാ. അപ്പോൾ സംഖ്യകളും നമ്മൾ മാറുന്നുണ്ട്. ശരി, അവർ രണ്ടുപേരും എന്താ ചെയ്യുന്നത്? ദിവസവും പഴം കഴിക്കുന്നുണ്ടല്ലോ. ആ പഴം എങ്ങനെയുണ്ട് എന്നാണ് പറയുന്നത്? തൗ മധുരം വദതഃ. പഴം കഴിച്ചത് കൊണ്ട് അവർ സംസാരിക്കുന്നതും നല്ല സുന്ദരമായ രീതിയിലാണ് അല്ലേ? എന്താ പറയുന്നത്? തൗ അവർ രണ്ടുപേര്. ആരാണ്? ദ്വൗ ശുകൗ. ആ രണ്ട് തത്തകളും സംസാരിക്കുന്നു. വദതഃ സംസാരിക്കുന്നു. എങ്ങനെയാണ്? മധുരം, നല്ല മധുരമായിട്ടാണ് സംസാരിക്കുന്നത്. ഇനി വേറെ ആരൊക്കെ ഉണ്ട് ഇവിടെ? അന്യവൃക്ഷേ ദ്വേ കോകിലേ സ്തഃ. അന്യവൃക്ഷേ, ഈ വൃക്ഷത്തിലല്ല, ഇത് ആമ്രവൃക്ഷമാണ്, മാമ്പഴ ചെടി. വേറെ വൃക്ഷം, വേറെ വൃക്ഷത്തിൽ, അന്യവൃക്ഷേ വൃക്ഷത്തിൽ, സപ്തമി വിഭക്തി. അന്യവൃക്ഷേ ദ്വേ കോകിലേ.
ഇതേപോലെ തന്നെ കോകിലേ, ദ്വേ കോകിലേ, കോകിലം കോകിലേ, ഫലം പോലെ തന്നെ നപുംസകലിംഗ ശബ്ദം. അതുകൊണ്ട് കോകിലേ, കുയിലുകൾ, 2 കുയിലുകൾ. കുക്കു എന്ന് നമ്മൾ പറയല്ലോ ഇംഗ്ലീഷിൽ, കുക്കു. സ്തഹ, സ്തഹ 2 പേരായതുകൊണ്ടാണ്. അസ്ഥി, നമ്മൾ അസ്ഥി ധാതുവിനെ നമ്മൾ കണ്ടു രൂപങ്ങൾ. അസ്ഥി ഏകവചനം ഉണ്ട്, സ്തഹ ദ്വിവചനം, ബഹുവചനം സന്ധി, സന്ധി. ഇപ്പൊ 2 കോകിലകങ്ങളായതുകൊണ്ട് സ്തഹ എന്ന് പറയുന്നു. അവരെന്ത് ചെയ്യുന്നു? ഫലേ ഖാദതഃ, അവരും പഴങ്ങൾ കഴിക്കുന്നു. എത്ര പഴങ്ങൾ? 2 പഴങ്ങൾ. ഫലേ, ഫലം, ഫലേ 2 പഴങ്ങൾ കഴിക്കുന്നു അവരും. തേ മധുരം ഗീതം ഗായതഃ, അവരും മധുരമായി പാട്ട് പാടുന്നു. ശരി, ഇനി കുറേ പക്ഷികളൊക്കെ ആയില്ലേ, കുറച്ച് ഇനി ഒരു ചഞ്ചലമായ ഒരു സ്വഭാവം വേണമല്ലോ. അടങ്ങി ഒതുങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സുഖമില്ലല്ലോ. ഇവിടെ ഓടിച്ചാടി കളിക്കുന്ന സാധനങ്ങൾ വേണമല്ലോ. അതെന്താണ്? നമ്മളെ പോലെയുള്ള നരനാണോ എന്ന് തോന്നിക്കുമാർ ആരാണുള്ളത്? വാ നരഹ അല്ലേ. അപ്പോൾ വൃക്ഷസ്യ അധഃ, വൃക്ഷത്തിൻ്റെ അധഃ എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ, വൃക്ഷത്തിൻ്റെ ഷഷ്ടി വിഭക്തി, രാമൻ്റെ, രാമസ്യ. അതുപോലെ വൃക്ഷസ്യ അധഃ, താഴെ എത്ര പേരുണ്ട്? ചത്വാരഹ മയൂരാഹ നൃത്യന്തി, 4 മയിലുകൾ നർത്തനം ചെയ്യുന്നു. നർത്തനം കാണാൻ നല്ല രസമുണ്ടോ അല്ലേ. അപ്പം മയൂരാഹ, മയൂരഹ മയൂരൗ മയൂരാഹ, രാമഃ രാമൗ രാമാഹ മയൂരാഹ. എത്ര? 4. ഇപ്പം 4-ന് എന്താ പറയുക? ചത്വാരഹ. പുല്ലിംഗ ശബ്ദത്തിൽ വരുമ്പോൾ ചത്വാരഹ മയൂരാഹ, ചത്വാരഹ മയൂരാഹ നൃത്യന്തി. ശരി, മയൂരങ്ങൾ മാത്രമേ ഉള്ളൂ? മയൂരീകളും ഉണ്ട്. മയൂരീ, ഇതിൽ ശരിക്കും പെൺമയിൽ ഏതാണ്, ആൺമയിൽ ഏതാണ്? പീലി വിടർത്തി നടക്കുന്നത് ആണാണല്ലോ അല്ലേ. അപ്പോൾ മയൂരഹ എന്ന് പറയുമ്പോൾ ഇവിടെ ആണാണ്, മയൂരി എന്ന് പറയുമ്പോൾ പെണ്ണാണല്ലോ. മയൂരി, അപ്പോൾ ഈ കാരാന്ത സ്ത്രീലിംഗ ശബ്ദമാണല്ലോ. മയൂരീ, മയൂരി. എത്ര മയൂരികളുണ്ട് ഇവിടെ? മയൂരികളും വരുന്നുണ്ട്, 4 മയൂരികളും വരുന്നുണ്ട്. ഈ കാരാന്ത ശബ്ദങ്ങൾ നമ്മൾ കണ്ടായിരുന്നോ? അതിൻ്റെ രൂപങ്ങൾ ആ കാരാന്തം അല്ലേ കണ്ടിട്ടുള്ളൂ? ഈ കാരാന്തം കണ്ടിട്ടുണ്ടല്ലേ. ഈ കാരാന്ത ശബ്ദത്തിൻ്റെ നദീ, നദ്യൗ, നദ്യഹ എന്ന് വരും. അപ്പം മയൂരി, മയൂര്യൗ, മയൂരിയഹ. മയൂര്യഹ ബഹുവചനം, അപ്പം മയൂരിയഹ ഇങ്ങനെ വരും. ഇത് സ്ത്രീലിംഗമായതുകൊണ്ട് ഈ 4 എന്നുള്ളതും മാറും. ചത്വാരഹ വരില്ല. ചത്വാരഹ പുല്ലിംഗമാണ്, 4 എന്നുള്ളത് സ്ത്രീലിംഗത്തിൽ ചതസ്രഹ, ചതസ്രഹ മയൂരിയഹ, 4 മയൂരികൾ. ഇതും രാമഹ ശബ്ദം പോലെ തന്നെ ഈ സംഖ്യാപദങ്ങളും ലിംഗമനുസരിച്ച് മാറും. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. സംഖ്യാശബ്ദങ്ങളും ലിംഗമനുസരിച്ച് മാറും. അതിൻ്റെ രൂപങ്ങൾ നമ്മൾ പഠിച്ചാൽ മതി. ദിവസവും അത് ചൊല്ലിയേ മനസ്സിൽ നിൽക്കുള്ളൂ അത്. ശരി, പിന്നെ വേറെന്താ ഉള്ളത്? തത്ര സരോവരേ ചത്വാരി കമലാനി വികസന്തി, 4 കമലങ്ങൾ, കമലങ്ങൾ താമരകൾ. പക്ഷെ കമലഹ എന്ത് ശബ്ദമാണ്? കമലഹ അല്ല, കമലം ആണ്. കമലം നപുംസകലിംഗ ശബ്ദമാണ്. അപ്പൊ കമലം, കമലേ, കമലാനി അതിൻ്റെ പുല്ലിംഗം. എത്ര കമലങ്ങൾ? 4 കമലങ്ങൾ. ചത്വാരഹ എന്നുള്ളത് പുല്ലിംഗ ശബ്ദം, ചതസ്രഹ എന്നുള്ളത് സ്ത്രീലിംഗ ശബ്ദം. ഇനി അതിൻ്റെ തന്നെ സ്ത്രീലിംഗ രൂപം എന്താണ്? ചത്വാരി എന്ന് വരും. ചത്വാരി കമലാനി, ചത്വാരി കമലാനി വികസന്തി, വികസിച്ചു നിൽക്കുന്നു. എവിടെ? തത്ര സരോവരെ, അവിടെ സരോവരത്തിൽ. ഇനി വൃക്ഷേ ത്രയഃ വാനരാഹ കൂർദന്തി, കൂർദന്തി എന്ന് പറയുമ്പോൾ ചാടുന്നു, ജമ്പിങ്. എവിടെയാണ്? വൃക്ഷേ, വൃക്ഷത്തിൽ. എത്രയാണ്? 3. വാനരഹ ശബ്ദ പുല്ലിംഗ ശബ്ദമായതുകൊണ്ട്
മൂന്ന് എന്നുള്ളത് പുല്ലിംഗത്തിൽ ത്രയഹ എന്ന് വരും. ത്രയഹ വാനരാഹ. വാനരഹ, വാനരു, വാനരാഹ. 3 വാനരന്മാർ വൃക്ഷത്തിൽ ഇങ്ങനെ ചാടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, വാനരന്മാരുണ്ടെങ്കിൽ വാനരീകളും ഉണ്ടല്ലോ അല്ലേ, ഉണ്ടാവുമല്ലോ. അപ്പോൾ വാനരീ, വാനരൗ, വാനരീയൗ, വാനരീയഹ. ഇതുപോലെ മയൂരീ, മയൂരിയഹ. അപ്പോൾ വാനരീയഹ എന്ന് വരും, സ്ത്രീലിംഗത്തിൻ്റെ ബഹുവചനം. വാനരീയഹ. 3 വാനര്യഹ അപി വസന്തി. 3 വാനരികളും. അതിന് 3-ന് സ്ത്രീലിംഗ ശബ്ദം തിസ്രഹ. വാനരീയഹ. തിസ്രഹ വാനരീയഹ അപി തത്ര വസന്തി. ഇത്രയൊക്കെ ഇനി പഠിച്ചിരിക്കണോ നമ്മൾ? ഈ സംഖ്യാശബ്ദങ്ങൾ ഓരോന്നിനും മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഏകം മാറുകയാണ് ലിംഗമനുസരിച്ച്, 2 എന്ന സംഖ്യയും മാറുകയാണ് ലിംഗമനുസരിച്ച്, 3 എന്ന സംഖ്യയും മാറുകയാണ് ലിംഗമനുസരിച്ച്, 4 മാറുകയാണല്ലോ. ഇനിയും പഠിക്കണോ ബാക്കിയൊക്കെ? ഓരോന്നിനും നമ്മൾ പഠിക്കേണ്ടി വരുമല്ലോ രൂപങ്ങളല്ലേ. അല്ലാതെ തന്നെ ഈ അകാരാന്ത, ഇകാരാന്ത, പുല്ലിംഗ ശബ്ദ, ഊകാരാന്ത, അങ്ങനെ കുറേ ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ ഈശ്വര, അപ്പോൾ നമുക്ക് തോന്നുന്നു ഈ വേണ്ടേ വേണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ പരീക്ഷയിലൊക്കെ എഴുതുന്നവർക്ക് ഇത് മനഃപ്പാടമാക്കണം. പക്ഷെ നമുക്ക് മനസ്സിലാക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓർത്തിരിക്കേണ്ട, ഇങ്ങനെ വരുമ്പോൾ ഓർത്താൽ മതി. ശരി, വാനരാഹ, വാനര ശബ്ദം പുല്ലിംഗാണല്ലോ, അതുകൊണ്ടായിരിക്കും ഇതിങ്ങനെ വന്നിട്ടുണ്ടാവുക. അത്ര മനസ്സിലാക്കിയാൽ മതി. മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ മനഃപ്പാടമാക്കണം എന്നില്ലല്ലോ. പക്ഷേ ജസ്റ്റ് എവിടെയെങ്കിലും ബുദ്ധിയിൽ കുറിച്ച് വെച്ചാൽ മതി ഇങ്ങനെയാണ് എന്നുള്ളത്. ഇനി അങ്ങോട്ടുള്ള സംഖ്യകൾ മാറില്ല. എന്തനുസരിച്ച് മാറില്ല? ലിംഗമനുസരിച്ച് മാറില്ല. തത്കാലത്തേക്ക് കുറച്ച് സംഖ്യകൾ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.